അവസാനത്തെ വിശുദ്ധ ആഴ്ചയിൽ വിവിധയിടങ്ങളിൽ ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നയോടെ ഞങ്ങളെ പരിപാലിച്ച അവിടുത്തെ പരിപാലനങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ മഹാദേയോർത്ത കർത്താവിനെ വാഴ്ത്തുന്നു. നീ എൻ്റെ കണ്ണുനീരെന്നും എൻ്റെ കാലിനെ വീഴ്ചയെന്നും പ്രാർത്ഥന നടത്തുന്നൊക്കെ വെടിവെച്ച അവിടുത്തെ മഹാകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നടക്കുന്ന ഈ കൂട്ടായ്മ വലിയ അനുഗ്രഹമായി തീരാൻ വേണ്ടി കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പാടി കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ തിരുവെഴുത്തുകൾ ഞങ്ങൾക്ക് ധ്യാനിക്കുവാനും വലിയ ആത്മീയ സന്തോഷം പ്രാപിക്കുന്ന നിമിഷങ്ങളാക്കി കർത്താവ് ആത്മകർത്താവേ, ഈ രാത്രി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവഴുത്ത് കർത്താവിന്റെ ദാസന്മാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവിന്റെ ദാസന്മാരെ രാത്രി അവിടുന്ന് ശക്തീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം പകരണമേ. അമ്മ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിടുന്ന് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല ബഹുമാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ആ പാട്ടുകളെ പാടി ആരാധിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവിന്റെ ദാസൻ ജോഷ് ടി ജോർജ് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനെ കർത്താവിന് നന്ദി കരയറ്റുന്നു. വിശേഷം നമ്മുടെ ഹോളി ഫെയ്ത്തിന്റെ ഈ സൺഡേ സർവീസിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷം എല്ലാ ദൈവദാസന്മാർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ, വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസൻ, വിശേഷം നമ്മുടെ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിൻ ഐസക് അങ്കിൾ, അതുപോലെ എല്ലാ അഡ്മിൻസിനെയും സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽ പല സ്ഥലങ്ങളിലിരുന്ന ആലയത്തിൽ പോയി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് അവസരം നൽകി. ഇന്ന് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഉന്നതനായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് ചേർന്ന് കർത്താവിനെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. എത്ര നല്ലവൻ യേശുപരൻ, മിത്രമാണിക്കെന്നും അവൻ, ഏതൊരു ഖേദവും വരികിലും എൻ്റെ യേശുവിൽ ചാരിടും ഞാൻ. അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമുക്ക് ചേർന്ന് പാടി, കരങ്ങളെ തട്ടി ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നുമവൻ. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നുമവൻ. ഏതൊരു ഖേദവും അരികിലുമെൻ്റെ യേശുവിൽ ചാരിടും ഞാൻ. യേശുവിൽ ചാരിടും ഞാൻ. ഏതൊരു ഖേദവും അരികിലുമെൻ്റെ യേശുവിൽ ചാരിടും ഞാൻ. ഏതൊരു ഖേദവും അരികിലുമെൻ്റെ യേശുവിൽ ചാരിടും ഞാൻ. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നുമവൻ. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നുമവൻ. ഹല്ലേലൂയ. എന്നെ കരങ്ങളിൽ വഹിച്ചിടും താ, എൻ്റെ കണ്ണുനീർ തുടച്ചിടും താ. എന്നെ കരങ്ങളിൽ വഹിച്ചിടും താ, എൻ്റെ കണ്ണുനീർ തുടച്ചിടും താ. കൂരിരുൾ മൂടുമെൻ ജീവിത വഴിയിൽ അനുഗ്രഹമായി നടത്തും. കൂരിരുൾ
അനുഗ്രഹമായി നടത്തി. കൂരിരുൾ മൂടുമൻ ജീവിത വഴിയിൽ അനുഗ്രഹമായി നടത്തി. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നും അവൻ. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നും അവൻ. വിളിച്ചവൻ വിശ്വസ്തനാ, വാക്കുമാറാത്ത വല്ലഭനാ. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, വാക്കുമാറാത്ത വല്ലഭനാ. ഇന്നെനിക്കാതയാകുലമില്ല, മന്നവനൻ തുണയാ. ഇന്നെനിക്കാതയാകുലമില്ല, മന്നവനൻ തുണയാ. ഇന്നെനിക്കാതയാകുലമില്ല, മന്നവനൻ തുണയാ. ഇന്നെനിക്കാകയാകുലമില്ല, മന്നവനൻ തുണയാ. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നും അവൻ. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നും അവൻ. ലോകസുഖങ്ങളെ ത്യജിച്ചിടും ഞാൻ, സ്നേഹനാഥനെ അനുഗമിക്കും. ലോകസുഖങ്ങളെ ത്യജിച്ചിടും ഞാൻ, സ്നേഹനാഥനെ അനുഗമിക്കും. നിന്മകൾ സഹിച്ചും ജീവനെ പകച്ചും ഒരുതുമെന്നായുസല്ല. നിന്മകൾ സഹിച്ചും ജീവനെ പകച്ചും ഒരുതുമെന്നായുസല്ല. നിന്മകൾ സഹിച്ചും ജീവനെ പകച്ചും ഒരുതുമെന്നായുസല്ല. നിന്മകൾ സഹിച്ചുവൻ ജീവനെ പകച്ചു ഒരുതുമെന്നായുസല്ല. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നും അവൻ. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നും അവൻ. ഏതൊരു ഖേദവും അരികിലുമെന്റെ യേശുവിൽ ചാരിടും ഞാൻ. ഏതൊരു ഖേദവും അരികിലുമെന്റെ യേശുവിൽ ചാരിടും ഞാൻ. ഏതൊരു ഖേദവും അരികിലുമെന്റെ യേശുവിൽ ചാരിടും ഞാൻ.
നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. എത്ര നല്ലവൻ നമ്മുടെ യേശുപരൻ, നമ്മുടെ മിത്രമായി നമ്മോട് കൂടെയുള്ള സർവശക്തനെ. ഹല്ലേലൂയ. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഗാനമാണ്. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഈ രാത്രികാലം കർത്താവിന്റെ നാമത്തെ, എല്ലാ നാമത്തിനും മേലായ കർത്താവിന്റെ നാമത്തെ നമുക്ക് ചേർന്ന് പാടി കരങ്ങളെ തട്ടി നമ്മളായിരിക്കുന്നിടങ്ങളിൽ ശക്തിയോടെ ബലത്തോടെ ചേർന്ന് പാടി കർത്താൻ മഹത്വപ്പെടുത്താം. പച്ചപ്പുൽമേടുകളിൽ നമ്മൾ അനുദിനം നടത്തുന്ന ആ സ്നേഹത്തെ ഓർത്തുകൂടി ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പരിശുദ്ധനെ. ഹല്ലേലൂയ. സ്തോത്രം പിതാവേ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പാലകനേശുവെ മറന്നിരിക്കും, തന്റെയെ ഒന്നായി ഘോഷിച്ചിടാം. ആമേൻ. പാലകനേശുവെ മറന്നിരിക്കും, തന്റെയെ ഒന്നായി ഘോഷിച്ചിടാം. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ആമേൻ. അടിച്ചുയർന്നു പടകു തകർന്നു തോന്നിയപ്പോൾ. അടിച്ചുയർന്നു പടകു തകർന്നു തോന്നിയപ്പോൾ. ജയം തന്ന രക്ഷകന്റെ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ച് പാടിയാമേ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ. കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ. അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ. പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം. ഹല്ലേലൂയ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തുക. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തു. ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തില്ലേ. അക്കയ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തുനാം. അക്കയ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തുനാം. അവന്റെ നാമം അടിച്ചുയർന്നു പടകു തകർന്നു തോന്നിയപ്പോ. അടിച്ചുയർന്നു പടകു തകർന്നു തോന്നിയപ്പോ. ജയം തന്ന
സ്തുതിച്ചാർത്തി അവന്റെ നാമം ചാർത്തി അവന്റെ നാമം വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തി അവന്റെ നാമം വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തി അവന്റെ നാമം ഉയർത്തിയിടുക. ഹല്ലേലൂയ. സമയം കാര്യങ്ങളെ ഹല്ലേലൂയ. ഞൊടി ജയം നമ്മളെ രക്ഷിച്ച യഹോവ നിസി നമ്മുടെ ജയക്കൊടിയാണ്. യഹോവ ഷാലോം സമാധാനമായി നമ്മുടെ നാട്ടോർന്ന് സർവശക്തനായ ദൈവമേ അങ്ങേപ്പോലൊരു ദൈവം കർത്താവ് സർവമഹത്വയോഗ്യനായ കർത്താവ് അങ്ങയുടെ നാമത്തെ ഞാൻ ഉയർത്തുകയാണ്. അങ്ങേപോലെ കരുതുന്ന ഞങ്ങളുടെ ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. രാത്രികാലം നമ്മൾ പാടിയതുപോലെ കാക്കയെ കൊണ്ട് തന്റെ ഭക്തനെ പോറ്റിയ അനുഭവങ്ങൾ എത്രയോ നമുക്ക് പറയാനായിട്ട് കഴിയും. നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കണ്ണിന്റെ കൺമണി പോലെ നമ്മളെ പരിപാലിച്ച ആ കർത്താവ് സ്നേഹത്തെ ഓർത്തുകൊണ്ട് ആ പാട്ടിന് ഈരടികൾ മാത്രം നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കണ്ണിൻ മണി പോലെ എന്നെ കരുതും, ഉള്ളം കയ്യിൽ എന്നെ വരയ്ക്കും, തള്ളിക്കളയാതെ മാറി ചേർക്കും, സ്നേഹമാകും യേശുവേ. ഹല്ലേലൂയ. ഈ അനർത്ഥങ്ങളുടെ മധ്യേ നമ്മളെ പരിപാലിച്ച നമ്മളെ ഹല്ലേലൂയ ഇത്രത്തോളം കൊണ്ടുവന്ന ആ ഹല്ലേലൂയ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. കൃത്തിലെന്നെ വഹിച്ചതീന മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കൃത്തിലെന്നെ വഹിച്ചതീന മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുன்பമൊന്നും ഏശില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുன்பമൊന്നും ഏശില്ല. ഒന്ന് ചേർന്ന് പാടാമോ? കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശത്തിലാണ് അവരുടെ മുഖം ലജ്ജിച്ചുവതുമില്ല. കർത്താവിന്റെ കരങ്ങളെ നാം സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗത്തിലെ പിതാവേ, അപ്പൊ ഒരിക്കൽ കൂടി ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ തന്നെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തുടർന്നുള്ള ശുശ്രൂഷകൾ എല്ലാ അനുഗ്രഹമാക്കി ദൈവത്തിരണം വചനം സംസാരിപ്പാൻ ദാസിനെ ശക്തമായിട്ട് എടുത്തു പങ്കെടുക്കുന്ന എല്ലാവരും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് കൃപയ്ക്കായി സ്തോത്രം. തന്നെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവ് മാത്രം കരട്ടെ. ഹല്ലേലൂയ. നമ്മെ ഈ അവസരം നൽകിയ കർത്താവ് ദാസന്മാരുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ജോൺസൺ പാസ്റ്റർ മൈക്ക് ഓൺ ആക്കണം. മൈക്ക്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാം, പറഞ്ഞോളൂ. പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാ കണ്ണുകളും ജസ്റ്റിലേക്ക് നമുക്ക് ഒരുമിച്ച് രാത്രിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലെ കൂട്ടായ്മ വളരെ അനുഗ്രഹമായി തീരുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രി ആത്മീയ ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കുവാനും
മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഈ രാത്രിയിൽ നാം ഒരുമിച്ച് പാടിയതുപോലെ നമ്മുടെ കർത്താവ് എത്ര നല്ലവനായ ദൈവമാണ്. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ള തിരുവെഴുത്തിൽ വായിക്കുന്ന പോലെ കർത്താവിന്റെ ദയ നമ്മെ ഒരിക്കലും വിട്ടുമാറാതെ ഓരോ നിമിഷവും പരിപാലിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തിനും കരുതിനുമായിട്ട് നമുക്ക് ഇന്ന് രാത്രി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നടക്കുന്ന ഈ കൂട്ടം വലിയ അനുഗ്രഹമായി തീരുവാൻ എല്ലാ ശുശ്രൂഷകളിലും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകണനായിട്ട് നമുക്ക് ഒരുമിച്ച് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ഹോളി ഫെയ്ത്ത് പ്രേയർ ഗ്രൂപ്പിലുള്ള എല്ലാ കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഈ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിനായിരിക്കുന്ന പ്രിയ ഐസകങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവം ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, തുടർന്നും ഈ ശുശ്രൂഷകൾ നന്നായിട്ട് ചെയ്യുവാനുള്ള ദൈവത്തിന്റെ കൃപ പ്രിയ ദാസനിൽ പകർന്ന് സഹായിക്കണേ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി മാറേണ്ടതിനായി ഈ രാത്രി നാം വിവിധങ്ങളിൽ ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ പങ്കെടുക്കുന്നു എങ്കിലും പരിശുദ്ധാത്മാവ് രാത്രി നമ്മോട് ആഴമായി ഇടപെടുവാൻ, സംസാരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ രാത്രി ഏകാഗ്രമാക്കി നമ്മൾ ഒരുമിച്ച് രാത്രി പ്രാർത്ഥിക്കാം. തുടർന്ന് എല്ലാ ശുശ്രൂഷ അനുഗ്രഹത്തെ വഹിച്ചുകൊണ്ട് നാം ഒരുമിച്ച് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ സജിമോൻ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കരുണയുള്ള നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ സഭായത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഒരു മനസ്സോടെ അങ്ങേ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല കൃപയ്ക്കായി നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ജോൺസൺ പാസ്റ്റർ ഓർത്ത് കർത്താവിനെ സ്തുതിക്കണം. പ്രത്യേക ദൈവം ധാരാളമായി അനുഗ്രഹിച്ചാട്ടെ. ഏറെ കൃപകൾ നൽകി ദൈവം മാനിക്കാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരാധന ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ ജോർജ് ദൈവദാസനെ ദൈവം സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹമായ ഞങ്ങളുടെ പ്രത്യേകം ഉപയോഗിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഐസകങ്ങളെ ദൈവം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസനെ കുടുംബമായി ദൈവം അനുഗ്രഹിച്ചാട്ടെ. സ്തോത്രം. കർത്താവെ, ഏറിയ നന്മകളാലും കൃപകളാലും നിറയ്ക്കുവാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മിനിയാരിക്കായ സ്തോത്രം, ഞെടിരിക്കനായ സ്തോത്രം, നീതുനായ സ്തോത്രം. എല്ലാം കൃപയും മറച്ചാട്ടെ. കർത്താവെ, ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പുനരെ സമർപ്പിക്കുന്നത്തെ സ്തോത്രം. സങ്കീർത്തനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിച്ചാട്ടെ. നല്ല സാക്ഷ്യങ്ങളെ ദൈവം ഞങ്ങൾക്ക് നൽകിയാട്ടെ. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന കർത്താവ്, അതുപോലെ കർത്താവെ വൈകിവേളയിലും കർത്താവയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ അങ്ങയുടെ പുണ്യനാമം തീരിപ്പാൻ അങ്ങ് മതിയായ ദൈവമാകിയാൽ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവിന്റെ വചനം സൂക്ഷിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ ജിജു അല്ലാൽ പാസ്റ്റർ ദൈവം സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രത്യേകയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ ആലോചന രാത്രിക്ക് ആരം കേൾപ്പിക്കുവാനും കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ പ്രത്യേക ദൈവം ഉപയോഗിച്ചാട്ടെ. കർത്താവ് ഇത്രത്തോളം ദൈവം സഹായിച്ച കൃപയ്ക്ക് ആശ്രദിക്കുന്നു. മീറ്റിംഗ് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് കർത്താവിന് നെറ്റിന്റെ പ്രോബ്ലം ഒന്നും കൂടാതെ കർത്താവിനെ മുഖത്തേരിപ്പാൻ, കർത്താവിനെ ആരാധിപ്പാൻ, ഞങ്ങൾ ഒരുമിച്ച് ശക്തിപ്പെടുവാൻ ദൈവാത്മാവ് സഹായിക്കുവാനും കൂടെ പ്രാർത്ഥിക്കുന്നു. അതിവിടെ അവസാന ദൈവം സാന്നിധ്യം മറച്ചാം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹമായ രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹോളി ഫെയ്ത്ത് പ്രേയർ ഗ്രൂപ്പിലുള്ള കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇതിന്റെ ചീഫ് അഡ്മിനായിരിക്കുന്ന പ്രിയ ഐസകങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള വന്ദനത്തെ ധാരാളമായിട്ട് അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാം കഴിഞ്ഞ പകൽ വിവിധ ഇടങ്ങളിൽ ആരാധിച്ചു. നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹമായി തീരുവാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് നാം ഒരുമിച്ച് 121 സങ്കീർത്തനം നാം ചേർന്ന് പാടിക്കർത്താനെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 121 വായിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നതിന് മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ,
യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാവണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. 8-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഈ സങ്കീർത്തന ഭാഗങ്ങളെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പരിചിതമായ ഒരു സങ്കീർത്തന ഭാഗമാണ് ഇന്ന് രാത്രി നാം വായിച്ചത്. ഈ സങ്കീർത്തനത്തിൽ നിന്ന് നിരവധി കാര്യങ്ങൾ എനിക്ക് ഓർപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ ഈ സങ്കീർത്തന പ്രബോധനത്തിൽ നിന്ന് ഉപസംഹരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന യഹൂദന്മാർ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്ന പർവ്വതങ്ങളെ കണ്ടുകൊണ്ട് ഈ സങ്കീർത്തനം പാടിയെന്ന് വേദ പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നുണ്ട്. സമാധാനപ്രിയനായിരിക്കുന്ന മനുഷ്യന്റെ കൂടാരത്തിൽ നിന്ന് സമാധാനം അകന്നു പോകുന്നു എന്ന് 120-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ, ഈ 121-ാം സങ്കീർത്തനത്തിൽ ദൈവ പരിപാലനത്തെയും സമാധാനത്തെയും കുറിച്ച് വളരെ സവിസ്തരമായി വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 121-ാം സങ്കീർത്തനം. നമുക്ക് ഈ സങ്കീർത്തനത്തെ 2 പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ 8 വാക്യങ്ങളാണുള്ളത്. അതിൽ 1-2 വാക്യങ്ങൾ ഭക്തന്റെ തീരുമാനത്തെ കുറിച്ച് അവിടെ കാണുന്നു. 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ദൈവിക പരിപാലനത്തിന്റെ ഉറപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ സങ്കീർത്തനത്തിൽ വിവരിക്കുന്നു. അതിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. 1-ാമത്തെ വാക്യം ഒരു ചോദ്യമായി, 2-ാമത്തെ വാക്യം അവന് മറുപടി പറയുന്ന പോലെയാണ് ആ സങ്കീർത്തനത്തിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അഭിഷക്തന്മാരെ, നമുക്ക് സഹായം വരുന്നത് പർവ്വതമല്ല, മറ്റ് പർവ്വതമായ മേഖല എന്നല്ല, മറിച്ച് നമുക്ക് സഹായം വരുന്നത് കർത്താവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് വിശുദ്ധന്മാർക്ക് സഹായം വരുന്നത് മുകളിൽ നിന്നുമാണ്, കർത്താവിൽ നിന്നുമാണ്. ആ കർത്താവിൽ നിന്നുള്ള സമാധാനമാണ്, കർത്താവിൽ നിന്നുള്ള സഹായമാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന, അല്ലെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കുന്ന, ദൈവമുഖം അന്വേഷിക്കുന്ന തൻ്റെ ഭക്തന്മാർ ഒരിക്കലും ലജ്ജിക്കുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. 34-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നതിനെയാണ്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. പ്രൈസ് ദി ലോർഡ്. നാം ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖത്തെ കർത്താവ് ഒരു നാളും ലജ്ജിപ്പിക്കാത്ത ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മറ്റൊരു സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നിങ്ങളുടെ പിതാക്കന്മാർ നിങ്കലാശ്രയിച്ചു, അവൻ ലജ്ജിച്ചു പോകുവാൻ ഇടയാക്കിയതുമില്ല. കർത്താവിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ആമേൻ. മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കുന്നതിൽ ലജ്ജിക്കുമ്പോൾ, കർത്താവിൽ ആശ്രയം വയ്ക്കുന്ന, ദൈവമുഖത്തേക്ക് നോക്കുന്നവർ
ഒരിക്കലും ലജ്ജിക്കാൻ വരത്തില്ല. ആകയാൽ നമുക്ക് സഹായം വരുന്നത് അവൻ പർവ്വതങ്ങളിൽ നിന്നല്ല, പിന്നെയോ കർത്താവിൽ നിന്ന് മാത്രമാണ്. ആദ്യ മുഖത്തേക്ക് മാത്രം നോക്കുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഭക്തന്മാരെ സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ആ പരിപാലനങ്ങളെ കുറിച്ചാണ് 3 വല്ല വാക്യങ്ങൾ വായിക്കുന്നത്. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവന്റെ പരിപാലകൻ, യഹോവന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അതൊക്കെ ഒത്തിരി വിവരിക്കുവാൻ എനിക്ക് അകത്താഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ അവന് വേണ്ടി സമയത്തെ വേദനിക്കുന്നില്ല. ജീവിതത്തിന്റെ വഴിത്താരകൾ അപകടം നിറഞ്ഞതും അല്ലെങ്കിൽ ദുർഘടം നിറഞ്ഞതുമായിരിക്കുന്ന മേഖലകൾ ആണെങ്കിലും നാം ഉറച്ചു നിൽക്കുമ്പോൾ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, നമ്മുടെ കാലുകളെ വിശുദ്ധന്മാരുടെ കാലുകളെ കർത്താവ് സൂക്ഷിക്കുകയാണ്. അങ്ങനെയാണ് വാക്യത്തിൽ നോക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. നഹൂം 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അശ്ശൂർ രാജാവേ, നിന്റെ ഇടയന്മാർ ഉറങ്ങുന്നു. ആമേൻ. അശ്ശൂർ രാജാവിന്റെ ഇടയന്മാർ ഉറങ്ങുമ്പോൾ നാം സേവിക്കുന്ന കർത്താവ് ഒരിക്കലും ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ആമേൻ. ഏതു സമയത്തും തന്റെ ഭക്തന്മാരെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണവും കരുതലും നമ്മോട് കൂടെ ഉണ്ടെന്ന് വ്യക്തമായി തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വടവൃക്ഷം ഉഗ്രമായ ചൂടിന്റെ കാലത്ത് നിന്ന് ആളുകളെ ആശ്വസിപ്പിക്കുന്ന പോലെ യഹോവ നമുക്ക് ഒരു തണലാണ്, ഒരു തണൽ ആയിരിക്കുന്നു. യെശയ്യാവ് 25-ന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിൽ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രനും അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കും. നമ്മുടെ ഈ മരുപ്രയാണ യാത്രയിൽ അല്ലെങ്കിൽ ഉഗ്രമായ ചൂടിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ സൂക്ഷിക്കുന്ന കർത്താവിന്റെ കര നമുക്ക് വേണ്ടിയുണ്ട്. ആശ്വാസകനായി, തണലായി കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് ഈ സങ്കീർത്തനത്തിൽ നമ്മെ ആമേൻ പ്രബോധിപ്പിക്കുകയാണ്. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. 8-ാമത്തെ വാക്യം വായിക്കുന്നു, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും അറിയുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഓർപ്പിക്കുന്ന വിഷയം ഇതാണ്. നാം നോക്കേണ്ടത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൽ നമുക്ക് പരിപൂർണമായിട്ട് ആശ്രയം വയ്ക്കാം. ദൈവമുഖത്തേക്ക് നോക്കാം. മനുഷ്യനിലേക്ക് നോക്കിയാൽ നമുക്ക് താൽക്കാലികമായ ആശ്വാസം പ്രാപിക്കാൻ കഴിയും. നിത്യമായ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരിടം കർത്താവിന്റെ സന്നദ്ധി മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും എന്ന് മുതലിലേക്ക് പരിപാലിക്കുന്ന ആദ്യമുഖത്തേക്കും നോക്കി അനുഗ്രഹമായ ജീവൻ നയിക്കുവാൻ കർത്താവ് ഏവരെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരെയും ഈ സങ്കീർത്തന ഭാഗങ്ങളാൽ ധാരണമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്ന് സാക്ഷികൾ പറയുവാൻ, പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാനുള്ള സമയത്തെ വേർതിരിക്കുന്നു.
കർത്താവ് അവനായിട്ട് എവരെയും സഹായിക്കട്ടെ. സ്തോത്രം. പ്രാർത്ഥന ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാം. ആരെങ്കിലും സാക്ഷി പറയുന്നുണ്ടോ? കർത്താവിനെ ധന്യമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹോളി ഫെയ്ത്ത് പ്രയർ ഗ്രൂപ്പിന്റെ ഫൗണ്ടറായിരിക്കുന്ന കർത്തുദാസൻ, മറ്റ് ഭാരവാഹിക്കുന്ന ദൈവദാസിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വീണ പരിക്കേറ്റു വലിയ പ്രയാസം ആയിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ കാലിന്റെ മുട്ടിലെ ചെറ്റ പൊട്ടിപ്പോയെന്ന്. അതുപോലെ അതീവ വേദനയായിരുന്നു. പ്രാർത്ഥനയ്ക്കായി കഴിഞ്ഞ സഭായോത്തര ബന്ധത്തിൽ ഓർപ്പിച്ചു, പ്രാർത്ഥിച്ചു. വളരെ ആശ്വാസവും വിടുതലും എനിക്കുണ്ട്. പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും യേശുവിന്റെ നാമത്തിലുള്ളതായിരിക്കുന്ന നന്ദിയും സ്നേഹവന്ദനവും അറിയിക്കുന്നു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഗ്രൂപ്പിലെ അഡ്മിനായിരിക്കുന്ന ജോയ് വർഗീസ് പാസ്റ്റർ മോന്റെ വിവാഹം നാളെ നടക്കുന്നു. ആ ശുശ്രൂഷ എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, സ്തോത്രം. മറ്റാർക്കും ഒന്നും പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി സാക്ഷികൾ പറഞ്ഞ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട് ഈ വിപത്തുനിന്ന് പ്രിയ ദാസനെ കർത്താവ് വിളിച്ചല്ലോ, സൂക്ഷിച്ചല്ലോ. കർത്താവ് എത്രത്തോളം അവിടുന്ന് സൗഖ്യമായിച്ചല്ലോ. അപ്പോൾ തന്നെ നാളെ നടക്കുന്ന അഭാഗ ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഇന്ന് രാത്രിയിലെ ഭവന ശുശ്രൂഷ വളരെ അനുഗ്രഹമായി തീരുവാൻ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവഴുത്ത് ശുശ്രൂഷിക്കുവാൻ പ്രിയ കർത്താവിന്റെ ദാസനെ ദൈവം അവിടുന്ന് രാത്രി ബലപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കൃത്യമായി ഇടപെടുവാൻ നമുക്ക് ഒരുമിച്ച് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രാത്രി അവിടുത്തെ സാന്നിധ്യം തുടർന്നും പകർന്ന് നമ്മെ സഹായിക്കാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ സണ്ണി മത്തായി പാസ്റ്റർ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പകലത്തെ ആരാധനയ്ക്ക് ശേഷം ഈ രാത്രിയിൽ കർത്താവെ ഹോളി ഫെയ്ത്ത് പ്രയർ മിനിസ്ട്രിയുടെ സൂം പ്ലാറ്റ്ഫോമിൽ വിശുദ്ധ ആരാധനയായി ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ പറയപ്പെട്ട സാക്ഷ്യവാചകങ്ങൾക്കായി സ്തോത്രം, പറയപ്പെട്ട വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ CB വേവി പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ വീഴ്ചയിൽ നിന്ന് ദൈവമായി കർത്താവെ അവിടുന്ന് വിടുവിച്ചു, അവിടുന്ന് സഹായിച്ചു. ആമേൻ. കർത്താവെ, പ്രയാസമോ പ്രതികൂലമോ ഒന്നും സംഭവിക്കുവാൻ ഇടയാകാതെ ദൈവം ആശ്വാസവും ബലവും പകർന്നതിനായി സ്തോത്രം. കർത്താവ് കൊടുത്ത വിടുതലിനും ആശ്വാസത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. പരിപൂർണ വിടുതൽ, സൗഖ്യം, ആശ്വാസം തന്റെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യുമാറാകണമേ. എല്ലാ പ്രയാസങ്ങളെ അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കുടുംബമായിരുന്നു മാനിച്ചാട്ട കർത്താവേ. ആമേൻ. കർത്താവെ, വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ ജോയ് വർഗീസ് പാസ്റ്ററെയും കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്റെ മകന്റെ വിവാഹം നാളെ പകലിൽ നടക്കുകയാണല്ലോ. കർത്താവെ, വിവാഹ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആ വിവാഹത്തിന് ഒരുക്കപ്പെട്ട ആമേൻ വരനെയും വധുവിനെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവിന്റെ കരങ്ങളിൽ ആ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും വിവാഹ ശുശ്രൂഷകളെയും എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയൊക്കെ ദൈവം അനുകൂലമാക്കി കൊടുത്ത് അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ദൈവമായ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. കർത്താവിന്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കുമാറാകണമേ. അവിടുന്ന് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് പ്രാർത്ഥനകൾ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇത്രത്തോളം നിമിഷങ്ങൾ ദിവസങ്ങളിലായിരിക്കാൻ കർത്താവ് സഹായിക്കുന്ന ദൈവത്തിന്റെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് സമയത്തെ വേദനിക്കുന്നു. ഇന്ന് രാത്രി ദൈവ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ ലിജോ ലാൽ പാസ്റ്ററാണ്. കർത്താവിന്റെ ദാസനെ രാത്രി ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് രാത്രി ഇടപെടുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് രാത്രിയിൽ പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദേവദാസനെ ജീവൻലാൽ പാസ്റ്റർ കയറിയിട്ടില്ല, എത്തിയിട്ടില്ല. രഞ്ജിത്ത് പി രാജൻ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിക്കുന്ന. ഓക്കെ. രഞ്ജിത്ത് പാസ്റ്റർ കേൾക്കുന്നോ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നു. എല്ലാവർക്കും കേൾക്കാമോ? ഓക്കെ. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം എനിക്കൊരു അവസരം ലഭിച്ചതോട് ഞാൻ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. ഐസക് അങ്കിൾ പറയുന്നുണ്ട് വീണ് കിട്ടിയ അവസരം എന്നൊക്കെ പറയുന്നിട്ട് പെട്ടെന്ന് കിട്ടിയൊരു അവസരമാണ്. കർത്താദാസൻ സജിപാസ്റ്റർ ഇങ്ങനെ എന്നെ ഓർപ്പിച്ചായിരുന്നു. വന്നിട്ടുണ്ടോ? ഓക്കെ. ഓക്കെ പാസ്റ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, മൈക്ക്. ജിലിയോൻലാൽ പാസ്റ്റർ പ്രൈസലോ. ദേവദാസനെ വചന ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചായിരുന്നു. അതെയോ? ഓക്കെ. ഞാൻ 8:50 കയറാന്ന് ഭാഷയോട് പറഞ്ഞ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് എന്റെ സമയമാണോ? അതെ. ഓക്കെ, കണ്ടിട്ട് ചെയ്യാം. 9:30 വരെ അല്ലേ പാസ്റ്ററെ? അതെ. ഓക്കെ. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ കർത്താവിന്റെ ഭാഷ കേൾക്കോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം പാസ്റ്റർ. ഹലോ, കേൾക്കാം. ഓക്കെയാ, കേൾക്കാം. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിയിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും, പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ ദാസൻ, അതുപോലെ ഈ മെന്റയ്ക്ക് നേതൃത്വം ബഹുമാന്യ ദേവദാസൻ ഐസക് സാറ്, മറ്റ് എന്റെ സ്നേഹിതരായിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും ദേവദാസിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാരംഭമായി സ്നേഹവന്ദനങ്ങളെ അറിയിക്കുക. അല്പം ലേറ്റ് ആയിട്ടാണ് കയറാൻ ഇടയായത്. പ്രത്യേകിച്ച് ഞായറാഴ്ച അല്പം പ്രോഗ്രാമുകളുണ്ട്. തന്നെയല്ല, ഞാൻ കയറാൻ നിന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ അത്യാവശ്യമായിട്ടൊന്ന് ഫോൺ വിളിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പം ലേറ്റ് ആയിട്ട് കയറാൻ ഇടയായി തീർന്നത്. ദൈവനാമത്തില്
ക്ഷമ ചോദിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്പസമയത്തിന്റെ ആധാരമായിട്ട് ആവർത്തന പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വേദഭാഗം വായിക്കാം. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വേദഭാഗം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നമുക്ക് വായിക്കാം. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു, അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കയിൽ ഇരിക്കുന്നു. അടുത്ത വാക്യം, അവർ തൃക്കാൽക്കലിരുന്ന് അവനിൽ നിന്നും തിരുവചനങ്ങൾ പ്രാപിച്ചു. കണ്ണുകളുടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമേറിയ നല്ല ഈ രാത്രികാലത്തിനായിട്ട് സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി മാറ്റമില്ലാത്ത അവിടുത്തെ തിരുവെഴുത്തുകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നപ്പ. മിക്ക സമയം ഞങ്ങൾ ദൈവവചനത്തിന് മുൻപിലായിരിക്കുന്നു. അങ്ങ് സംസാരിക്കുമാറാകണം. സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തുന്നു. കേൾക്കുവാൻ അവിടുത്തെ ദാസിദാസന്മാരെ എല്ലാം കർത്താവ് പ്രാപ്തരാക്കണം. സന്നിധി ഞങ്ങൾക്ക് നല്ല ബോധം നൽകണം. പ്രാർത്ഥനകൾക്കും വചനചിന്തകൾക്കും വിരോധമായി ചലിക്കുന്ന സകല ദോഷങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കണ്ട നന്ദി. യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുക. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു അവസരങ്ങൾ ഒരുക്കി നൽകിയ ദൈവത്തിന് പ്രാരംഭമായിട്ട് ഞാൻ നന്ദി കരയറ്റുന്നു. അപ്പോൾ തന്നെ ദൈവവചനത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥനകളോടെ ആയിരിക്കാം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടിയാണ് നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. അല്പ ശാരീരികമായ ക്ഷീണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്നലകളിൽ അല്പ യാത്രയിലായിരുന്നു. ഞാൻ നാട്ടിലൊക്കെ ഒന്ന് പോയിരുന്നു. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ. അതുകൊണ്ട് വളരെ ശാന്തമായിട്ട് അല്പസമയം ദൈവത്തിന്റെ വചനം ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 ദിവസം ഉറക്കളയുണ്ട്. ഞാൻ കോട്ടയം കാഞ്ഞിരപ്പള്ളി വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളൊക്കെ അല്പം യാത്രയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പം ക്ഷീണിതനാണ്. അതുകൊണ്ട് വളരെ സാവധാനത്തിൽ നമുക്ക് ദൈവവചനം ചിന്തിക്കാം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശ തന്റെ മരണത്തിന് മുൻപേ താൻ നയിച്ച അല്ലെങ്കിൽ തന്നെ ദൈവം ഏൽപ്പിച്ച ഒരു പറ്റം ആളുകളോട് ദൈവാത്മാവിൽ അവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. അതിന്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ മോശ ദൈവിക വെളിപ്പാടിൽ നൽകി തരുന്ന ഒരാലോചന, അതെ, അവൻ തന്റെ ജനത്തെ സ്നേഹിക്കും. മോശ പറയുകയാണ്, സർവശക്തനായ ദൈവം തന്റെ ജനത്തെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കയിൽ ഇരിക്കുന്നു. 2 കാര്യം വ്യക്തമാണ്. ഒന്ന്, ദൈവം എന്ത് ചെയ്യുന്നു? തന്റെ ജനത്തെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന ജനം ഇപ്പൊ എവിടെ ഇരിക്കുന്നു? സർവശക്തനായ ദൈവത്തിന്റെ തൃക്കൈയിലിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അവർ തൃക്കാൽക്കലിരുന്ന് എന്ത് ചെയ്തു? തിരുവചനങ്ങൾ അവൻ തൃക്കാൽക്കലിരുന്ന് അവനിൽ നിന്നും തിരുവചനങ്ങൾ പ്രാപിച്ചു എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്ന മോശ ദൈവിക വെളിപ്പാടിൽ കർത്താവ് ഏൽപ്പിക്കപ്പെട്ട മഹാനിയോഗം അതിലൂടെ പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്റെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് സഞ്ചരിച്ച ഒരു പറ്റം ജനത്തോട് ദൈവാത്മാവിൽ പ്രസ്താവിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്ന്, സർവശക്തനായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്ന നിങ്ങൾ വെറുതെയല്ല ഇരിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഇരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ സ്നേഹിക്കുന്ന, തൃക്കൈയിൽ സ്വീകരിച്ചിരിക്കുന്ന ആ ദൈവം തമ്പുരാന്റെ കാൽക്കീഴിരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ പ്രാപിക്കുവാൻ തയ്യാറാകണമെന്ന് ദൈവാത്മാവിലൂടെ ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്ന മോശ ഇവിടെ അരുളി ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ തൃക്കാൽക്കൽ ഇരുന്നാൽ ഉള്ള
പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നാം ഗ്രഹിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്താണ് എന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മുന്നേ ഞാൻ ദൈവാത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയട്ടെ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നമ്മൾ ആരും സാധാരണക്കാരല്ല, നമ്മൾ ആരും നിസ്സാരന്മാരല്ല. ഇന്ന് രാത്രികാലം നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ, നമ്മെ വീണ്ടെടുത്ത ഒരു രക്ഷിതാവിന്റെ ശിക്ഷഗണങ്ങളാണ് നാം ഓരോരുത്തരും. ആ ശിക്ഷഗണങ്ങളായിരിക്കുമ്പോൾ നമുക്ക് വലിയൊരു ഉറപ്പുണ്ടായിരിക്കണം. ആ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രികാലം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് രാത്രികാലം ഈ പ്ലാറ്റ്ഫോമിൽ, സൂം പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ഉയർത്തി കാണിക്കുവാൻ, ദൈവത്തിന്റെ ഉപകാരങ്ങൾക്ക് നന്ദി കരയറ്റുവാൻ നമുക്ക് ആയുസ് നൽകി, ആരോഗ്യം നൽകി, നമ്മെ പരിപാലിച്ച് നമ്മെ നിലനിർത്തിയത് ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണെന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ സ്നേഹത്തെ തിരിച്ചറിയുന്നവർക്ക് ദൈവാത്മാവ് രണ്ടാമതേ ഒരു അരുളപ്പാട് നൽകുകയാണ്. അങ്ങനെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി, ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവായ യേശുവിന്റെ തൃക്കൈയിൽ നിങ്ങൾ ഇരിക്കുന്നുവെന്ന് എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ രാത്രിയിൽ നാം പ്രാപിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ തൃക്കാൽക്കൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനങ്ങളെ നാം പ്രാപിക്കുമ്പോൾ അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയങ്ങളായിക്കോട്ടെ, അതിനെ അതിജീവിക്കത്തക്ക നിലയിലുള്ള അഭൂതപൂർവമായ ദൈവപ്രവൃത്തി ഇന്ന് രാത്രികാലവും വെളിപ്പെടുത്തുവാൻ, ഇന്ന് രാത്രികാലവും നിങ്ങൾക്ക് നൽകി തരുവാൻ ഞാൻ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ തൃക്കൈയിൽ വെച്ചിരിക്കുന്ന സർവശക്തനായ ദൈവം മതിയായ ദൈവമാണെന്ന് ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ സ്നേഹിക്കുക മാത്രമല്ല, ആ ദൈവം നമ്മെ തൃക്കൈയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ രണ്ടുറപ്പ് നമുക്ക് പ്രാപിച്ചിരിക്കുമ്പോൾ മൂന്നാമതായി നാം ചെയ്യേണ്ട വലിയ മർമ്മപ്രധാനമായിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത്, ദൈവത്തിന്റെ തൃക്കാൽക്കൽ നാം ഒന്ന് താണിരിക്കാൻ തയ്യാറാകണം. എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ വചനങ്ങളെ പ്രാപിപ്പാൻ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, യോശുവയുടെ പറ്റി നാം പഠിക്കുമ്പോൾ യോശുവയോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്റെ ആയുസ്സിൽ ഒരു മനുഷ്യനും നിന്റെ നേരെ എന്ത് ചെയ്തില്ല, നിവർന്നു നിൽക്കുകയില്ല. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വേദഭാഗത്തിലാണ് നമുക്ക് ആ വാക്യം കാണുവാൻ കഴിയും. എന്നാൽ 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം കൊടുക്കുന്ന വലിയൊരു ഉറപ്പുണ്ട്. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം നീ എന്നാ ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്? രാപകൽ ഇതെന്ത് ചെയ്യണം? നീ ധ്യാനിക്കണം. രാപകൽ ധ്യാനിക്കണം. അങ്ങനെ രാപകൽ ധ്യാനിക്കുമ്പോൾ അടുത്ത വാക്യം പറഞ്ഞത്, എന്നാൽ നിന്റെ പ്രവൃത്തികൾ എന്ത് ചെയ്യും? സാധിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമ്മൾക്ക് എപ്പോഴൊക്കെയോ വലിയ തിരക്കുകളും ഉത്തരവാദിത്വങ്ങളും സമയത്തിൻ്റെതായ പോരായ്മകളൊക്കെ കൊണ്ട് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തിന് തൃക്കൈയിൽ നമ്മൾ ഇരിക്കുന്നുണ്ടൊക്കെ ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ തൃക്കാൽക്കൽ താണിരുന്നു കൊണ്ട് ദൈവത്തിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും ദൈവം നമുക്ക് നൽകി തരുന്ന നിർദ്ദേശങ്ങളെയും പലപ്പോഴും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇന്നത്തെ ആത്മീയ കോളത്തിൽ ഏറ്റവും വലിയൊരു പരാജയമാണ്. ആത്മീയരെന്ന് സ്വയം അനുമാനിക്കുകയും അനാത്മീയരായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നാം നമ്മുടെ ആത്മീയ കോളം അധപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവവചനത്തിന് മുൻപിലിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ നമുക്ക് ഉറപ്പുണ്ടായിരിക്കട്ടെ. ഞാൻ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ വേണ്ടിയാണ് എന്റെ വിലപ്പെട്ട സമയങ്ങളെ മാറ്റിവെച്ചിട്ട് നാം ദൈവസനയിൽ താണിരിക്കുന്നെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രിയിൽ നമ്മള് ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ മാറി ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, ഒത്തിരി സമയങ്ങൾ നമുക്കുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ മാറ്റിവെച്ചിട്ട് അല്പസമയം ഈ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിൽ നിന്നും ചിലത് പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം. ദൈവവചനം പഠിക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന
ഒരു വലിയ താല്പര്യം നമുക്കുണ്ടായിരിക്കണം. കാരണം എന്താ? ഞാൻ തൃക്കാൽക്കൽ ഇരുന്നു കൊണ്ട് ചിലത് പ്രാപിക്കുകയാണ് ദൈവത്തിന്റെ വചനം നാം ധ്യാനിക്കുന്നത്. ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ചിലത് പ്രാപിക്കുകയാണെന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ, യോശുവയോട് പറഞ്ഞതുപോലെ ദൈവാത്മാവ് ഇന്ന് രാത്രികാലവും വളരെ വ്യക്തമായിട്ട് ദൂത് കൈമാറുന്നു. നിന്റെ ആയുസ്സിൽ ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവത്തെ സേവിക്കുന്ന ദൈവഭക്തന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും പ്രതികൂലങ്ങളെയും തരണം ചെയ്യത്തക്ക നിലയിലുള്ള ഒരു വലിയ ദൈവ മഹത്വം നിങ്ങൾ ദൈവസ്ഥനയിൽ താണിരുന്ന് ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായി തീരും. നിങ്ങളുടെ നിരാശകൾ മാറും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറും. നിങ്ങളുടെ രോഗത്തിന്റെ പ്രതികൂലങ്ങളാണോ, ഏതെല്ലാം അവസ്ഥകളാണോ, അതിനെല്ലാം പരിഹാരം നൽകുന്ന ഒരു വിലപ്പെട്ട സമയമാണ് ദൈവത്തിന്റെ തൃക്കാൽക്കൽ താണിരുന്ന് തിരുവചനങ്ങളെ പ്രാപിക്കുന്നത്. കാരണം ദൈവത്തിന്റെ വചനം, എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം, ദൈവശ്വാസികമായിരിക്കുന്ന വചനം എന്ന് പറഞ്ഞാൽ ദൈവം ശ്വസിച്ചത്, ദൈവത്തിന്റെ ജീവനായിരിക്കുന്ന വചനം, എല്ലാ തിരുവഴുത്തും ദൈവശ്വാസികമായിരിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ ദൈവിക വെളിപ്പാടിൽ നമുക്ക് ഉറപ്പ് നൽകുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിന്റെ ആവശ്യ തലങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോഴാകുന്നു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത്. മാനുഷികമായി നാം എന്തെല്ലാം നേടിയാലും, അത് എന്തെല്ലാം നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചാലും അതെല്ലാം പരാജയപ്പെട്ടു പോകുമ്പോൾ ദൈവാശ്രയബോധത്തോടുകൂടി ദൈവത്തിന്റെ തൃക്കാലമെടുക്കാൻ താണിരുന്നാൽ ആ പ്രശ്നത്തിനൊക്കെ പരിഹാരമുണ്ട്. കാരണം എന്താ? ദൈവത്തിന്റെ വചനം അത് അകത്തലങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ, അത് നമ്മുടെ അതരങ്ങളുടെ പുറത്തു വരുമ്പോൾ ആ വചനം പോയി അതിന്റെ പ്രവൃത്തി തികച്ചിട്ട് മടങ്ങി വരത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന്റെ വചനം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ വചനത്തിന്റെ ശക്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വചനത്തിന്റെ പൂർത്തീകരണം വെളിപ്പെടുത്തി മടങ്ങി വരത്തുള്ളൂ. നിസ്സാരമായിട്ട് കാണരുത്. കാരണം യഥാർത്ഥമായിരിക്കുന്ന വചനത്തിന്റെ ശ്രേഷ്ഠത പഴയ നിയമത്തിൽ മോശയ്ക്ക് ഇപ്രകാരം വെളിപ്പെട്ടെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലന് വളരെ വ്യക്തമായിട്ട് വെളിപ്പാടിൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന ഒരു സന്ദേശത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ആദിയിൽ എന്തുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വേദഭാഗത്തിലേക്ക് വേഗത്തിലൊന്ന് വരാം. അവിടെ കാണുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവവചനം ധ്യാനിക്കാനിരിക്കും നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, വചനം ദൈവമായിരുന്നു. ഇനി അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുകയാണ്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വചനം ജഡമായി തീർന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിന്നെ പറയുകയാണ്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു വചനത്തിന്റെ പൂർത്തീകരണമായി ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പേ താൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അനേകർ ഈ വചനത്തെ ഗ്രഹിക്കാതെ പോയപ്പോൾ, അനേകരിതിനെ കാണാതെ പോയപ്പോൾ, അനേകരിനെ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് പുറംതിരിഞ്ഞു നടന്നപ്പോൾ ആ ദൈവത്തെ, യഥാർത്ഥമായ വചനത്തെ, വെളിപ്പാടിനെ ഗ്രഹിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരങ്ങൾ രാത്രികാലവും അങ്ങനെ അവസരങ്ങൾ ലഭിച്ച ദൈവഭക്തന്മാർക്കായി, ദൈവദാസിമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഞാൻ ഒരു കാര്യം പറയാം. വചനത്തെ നാം പഠിക്കാനായിട്ട് ഗ്രഹിക്കാനിരിക്കുമ്പോൾ നാം ആരെ പഠിക്കാനിരിക്കുന്നു? കർത്താവായ യേശുവിനെ നാം പഠിക്കുവാൻ, കർത്താവിനെ ഗ്രഹിക്കുവാൻ, കർത്താവിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവഭക്തനായിരിക്കുന്ന പത്രോസ്ലീഹയുടെ പ്രാരംഭമായിട്ടുള്ള പ്രസംഗത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പത്രോസ് അപ്പോൾ ശക്തിയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഈ ആഗമനം
ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവസഭ പണിയപ്പെട്ടു. ദൈവസഭ പണിയപ്പെട്ടപ്പോൾ അവിടെ വലിയ ദൈവമഹത്വം വെളിപ്പെടുവാനിടയായി തീർന്നു. ദൈവമഹത്വം വെളിപ്പെട്ടതായിരിക്കുന്ന വേളയിൽ ആ ജനത്തോട് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പത്രോസ്ലീഹ ശക്തമായിട്ട് ദൈവത്തിന്റെ ആലോചന കൈമാറി. അതിന്റെ 2:36 ഇങ്ങനെ ആകിയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ, കണ്ടോ, ആകിയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും എന്ത് ചെയ്യട്ടെ, നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ. എന്തുകൊണ്ടാണ് കർത്താവിന്റെ ദാസന്മാരെ, പ്രിയ ദൈവദാസിമാരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പത്രോസ്ലീഹ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം അഭിമുഖ സംഭാഷണമായി താൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ആധികാരികമായ വെളിപ്പാട് കൊടുക്കുന്ന എന്തുകൊണ്ടാണ്? അവിടെ എഴുതിയിരിക്കുന്നു, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ. ഒത്തിരി യേശുകളുണ്ട്, പക്ഷെ വളരെ വ്യക്തമായിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ കാണുന്നില്ലേ ഈ കാൽവറി ക്രൂശിൽ ഹല്ലേലൂയ കണ്ടാൽ ആളെന്നല്ലാത്ത നിലയിൽ, ഒരു രൂപഗുണമില്ലാത്ത നിലയിൽ ഈ തൂങ്ങിക്കിടക്കുന്ന ഒരു മാംസപിണ്ഡമായി തൂങ്ങിക്കിടക്കുന്ന ഈ യേശുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവം കർത്താവും ക്രിസ്തുവാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആ പദത്തെ നിങ്ങൾ അടിവരയിട്ട് പഠിക്കണം. നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ്? അനേകർക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഇതെല്ലാം പൗലോസ്ലീഹയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയത്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ തേജസ്സേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിപ്പാതിരിപ്പാൻ, അല്ലെ? ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തെ അറിയാത്തവരുടെ കണ്ണുകളെയൊക്കെ കുരുടാക്കി കളഞ്ഞിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ഒരു യോഗ്യതകളും ഒരു ശ്രേഷ്ഠതകളും ഇല്ലാത്ത പുറംപറമ്പിൽ കിടന്ന നമുക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ഭക്തമായിട്ടൊന്ന് ഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് അവസരം നൽകിയത് എവിടുന്നാ പ്രിയമുള്ളവരെ? നമ്മുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ തിരസ്കരിക്കപ്പെട്ട സുവിശേഷത്തിന്റെ മഹത്തരമായിരിക്കുന്ന സന്ദേശത്തിന്റെ അടയാളമായി ലഭിക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ ആധികാരികമായ ശക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവവചനമാണ് നമ്മളെ ഓരോരുത്തരെ രൂപാന്തരപ്പെടുത്തിയത്. എന്റെ മെടുക്കോ എന്റെ കഴിവോ എന്റെ യോഗ്യതകളോ ഒന്നുമല്ല. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. പലപ്പോഴും നമുക്കറിയാം, ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എങ്ങനെ ഇങ്ങനെ ആയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ 4 പേരുടെ മുമ്പിൽ ദൈവവചനം പറയാൻ പോലും മടിച്ചു നിന്ന വ്യക്തിയാണ് ഞാന്. പക്ഷെ ഇതിന് ഇത്രയും പ്രാപ്തരാക്കി തീർത്തത് ആരാ? ഈ വചനമാണ്. ഈ വചനം നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഒന്നും കൂടെ ഞാൻ വേണം ഉറപ്പിച്ചു പറയാൻ വേണ്ടി അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിന് 31-ാമത്തെ 32-ാമത്തെ 31, 32 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇസ്രായേലിന് മാനസാന്തരവും. ഞാൻ വഴിവിട്ടു പോകുമല്ലേ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അല്ലെങ്കിൽ ഞാൻ ആ കർത്താവിന്റെ കാൽക്കലിൽ തിരുവചനത്തിൽ പ്രാപിക്കുന്ന ആ സന്ദേശം തന്നെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് മുൻപേ നമ്മൾ നിശ്ചയമായും ഗ്രഹിച്ചിരിക്കേണ്ട ഒരു കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. ഒന്ന്, നമ്മൾ നിശ്ചയമായും ഗ്രഹിക്കേണ്ടത് സർവശക്തനായ ദൈവം ക്രിസ്തുവിനെ കർത്താവും, ദൈവത്തിന്റെ സ്തോത്രം, ക്രിസ്തുവാക്കി വച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? 5:30 പറയും, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനം നൽകുവാനും ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കയാൽ ഉയർത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് വചനത്തിന്റെ ശക്തി? ഇവിടെ പറയുകയാണ്, ഒന്ന്, ദൈവത്തിന്റെ വചനം നമുക്ക് എന്ത് ചെയ്യുന്നു? മാനസാന്തരവും 2 പാപമോചനവും നൽകുവാൻ ദൈവം തമ്പുരാൻ സർവശക്തനായ കർത്താവിനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുമെന്ന് എത്ര പേർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്? ഇത് ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ തൃപ്പാദപീഠത്തിൽ താങ്ങിരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ നാം മുറുകെ പിടിക്കുമ്പോഴാണ് ആ വചനത്തിനകത്തെ ശക്തി എനിക്ക് ഉറപ്പ് നൽകുന്നു. ഇന്നലകളിൽ ഞാൻ പാവിയായി കിടന്ന, പക്ഷേ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, എപ്പോഴാണോ എന്റെ അകത്തലങ്ങളിലേക്ക് ഈ വചനം ആ ശക്തിയോടെ പ്രവേശിച്ചത്, അപ്പോൾ എനിക്ക് മാനസാന്തരവും അപ്പോൾ എനിക്ക് പാപമോചനവും നൽകുക മാത്രമല്ല, ഞാൻ സേവിക്കുന്ന ദൈവത്തെ, സർവശക്തനായ ദൈവം, കർത്താവായ
യേശുവിനെ പ്രഭുവാക്കി മാറ്റുക മാത്രമല്ല, തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുമെന്ന് എത്ര പേർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ ജയവീരനായിരിക്കുന്ന, ജയാളിയായിരിക്കുന്ന ക്രിസ്തുവിനെയാണ് നാം ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് സ്തോത്രം ചെയ്യും. തൃക്കാലത്തിൽ നിന്ന് തിരുവചനങ്ങളെ പ്രാപിക്കുന്നവർക്ക് മാത്രമേ ഈ വചന വെളിപ്പാട് അകത്തലത്തിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. എന്നിട്ട് 32ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷി നിൽക്കുന്നു. ഈ വസ്തുതയ്ക്ക് മേലെ ഉദ്ധരിച്ച് പറഞ്ഞതായിരിക്കുന്ന മാനസാന്തരവും പാപമോചനവും ദൈവം അവനെ പ്രഭുവുമാക്കി വെച്ച് രക്ഷിതാവുമാക്കി വെച്ചിരിക്കുന്നു. മാത്രമല്ല അവന്റെ വലം കൈയിൽ ഉയർത്തി വെച്ചിരിക്കുന്നു എന്നുള്ള വസ്തുതയ്ക്ക് ഞങ്ങളും, അതായത് അപ്പോസ്തലന്മാരും പിന്നെ ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷി നിൽക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം പോഷ്ക്ക് പറയുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ വചനത്തിൽ താണിരിക്കുന്ന ദൈവദാസന്മാരെ ഇന്ന് രാത്രികാലം ഞാനും നിങ്ങളും പരാജയപ്പെട്ടവന്റെ മുൻപിലല്ല ഇരിക്കുന്നത്. ഞാനും നിങ്ങളും ജയവീരനായിരിക്കുന്ന, ദയാളിയായിരുന്ന, നമുക്ക് അത്ഭുത പ്രവർത്തികളെ വെളിപ്പെടുത്തി താൻ ദൈവമെന്ന് ശക്തിയോടെ തെളിയിച്ച സർവശക്തനായ ദൈവത്തിന്റെ തൃക്കാൽക്കലാണ് നാം താണിരിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു ഉറപ്പും ധൈര്യം ഇന്ന് രാത്രികാലം ഉണ്ടാകട്ടെ. ഞാൻ എന്റെ സന്ദേശത്തിന് അവസാന തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ തൃപ്പാദപീഠത്തിൽ താണിരിക്കുമ്പോൾ നമുക്ക് ചില ദൈവത്തിന്റെ മഹത്വങ്ങളെ കാണുവാനായിട്ട് കഴിയും. അതിനാധാരമായിട്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എന്റെ സന്ദേശത്തിന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതിനാധാരമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 38ാമത്തെ വേദഭാഗം നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ഒരു സഹോദരി കർത്താവിന്റെ തൃപ്പാദപീഠത്തിൽ താണിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 38-39 വേദഭാഗം നാം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പിന്നെ അവർ യാത്ര പോകുകയിൽ, ബൈബിൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എടുത്താട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38-39 വാക്യം. പിന്നെ അവർ യാത്ര പോകുകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അടുത്ത വാക്യം പറയുന്നു, അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടു. ഹലോ, നിങ്ങൾ എന്നോടുകൂടെ വരുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ 2 സഹോദരിമാരെ കാണുകയാണ്. ദാസന്റെ സഹോദരിമാരാണ്. ഒരാളുടെ പേര് മാർത്തയെന്നും ഒരാളുടെ പേര് മറിയെന്നും. പക്ഷെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, യേശു കർത്താവ് ഭവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ വളരെ ആനന്ദപൂർവം കർത്താവിനെ സ്വീകരിച്ചത്, ക്ഷണിച്ചത് മാർത്തയാണ്. ഹല്ലേലൂയ. എന്നിട്ട് മാർത്ത എന്നതാണ് അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അപ്പോൾ തന്നെ എന്റെ ചിന്തയാണ്, അകത്തലങ്ങളിലേക്ക്, ആ വീടിന്റെ അകത്തലങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ മറിയ കർത്താവിന്റെ കാൽക്കലിരുന്ന് എന്ത് ചെയ്തു? അവന്റെ വചനം കേട്ടു. കർത്താവിനെ സ്വീകരിക്കുവാനും കർത്താവിനെ ആദരിക്കുവാനും, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുക്കാനും ദൈവത്തെ ആരാധിക്കുവാനും എല്ലാ കാര്യത്തിനും മുൻപിലുണ്ട്. പക്ഷെ എത്ര പേര് ദൈവത്തിന്റെ തൃക്കാൽക്കലിരുന്ന് തിരുവചനങ്ങളെ പ്രാപിക്കുവാൻ വേണ്ടി മനസ്സ് കാണിക്കുന്നുണ്ട്? ഇവിടെ മാർത്ത കർത്താവിനെ സ്വീകരിച്ചു. പക്ഷേ എന്നിട്ട് കർത്താവിന്റെ അകത്തലങ്ങളിലേക്ക് പ്രവേശിച്ച് മാർത്ത എന്ത് ചെയ്യാണ്? തുടർന്ന് നമ്മൾ മുൻപോട്ട് വായിക്കുന്നത്, മാർത്ത തന്റെ കാര്യപരിപാടികളായിട്ട് മുൻപോട്ട് പോവുകയാണ്. പരാതിയും പരിവട്ടവും വിളിച്ചു പറയുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതിന്റെ 40ാമത്തെ വാക്കിൽ മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴഞ്ഞിട്ട് അടുക്ക വന്ന്, കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്ന നിനക്ക് വിചാരമില്ലയോ? പിന്നെ പറഞ്ഞ എന്നാ, എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും. അനേകരിങ്ങനെയാണ്. പക്ഷേ ദൈവത്തിന്റെ തൃക്കാൽക്കലിരിക്കുന്ന മറിയയ്ക്കൊരു ഉറപ്പുണ്ട്. ദൈവം തമ്പുരാൻ ഒരിക്കലായി എന്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വിലപ്പെട്ട സമയമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രികാലം എന്റെ എല്ലാ പരിപാടിയും മാറ്റിവെച്ചിട്ട് യേശുവിന്റെ തൃക്കാൽക്കലിരുന്നുകൊണ്ട് ചില വചനങ്ങളെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവത്തിന് ശക്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെടും. ഒരു കാര്യം ഉറപ്പ് പറയാം, അനേക കപടഭക്തന്മാർ ഈ നാടുകളിൽ എണ്ണച്ചിരിക്കുമ്പോൾ ഭക്തിയുടെ വേക്ഷിച്ച്
ശക്തമായി ദൈവത്തിന്റെ തൃപ്പാദമെടുത്തിരുന്നുകൊണ്ട് തിരുവചനങ്ങളെ പ്രാപിക്കുന്ന, ദൈവശക്തി പ്രാപിക്കുന്ന, കരയുന്ന, ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ചില ദൈവഭക്തന്മാർ, ചില ദൈവദാസന്മാർ ഈ നാളിൽ എഴുന്നേൽക്കട്ടെ. അതിനായിട്ട് ഞാൻ ദൈവസന്നിധി സ്തോത്രം ചെയ്യുകയാണ്. രാത്രിയിൽ സ്തോത്രം. അപ്പോൾ മറിയ തൃപ്പാദത്തിൽ എന്ത് ചെയ്യായിരുന്നു? തിരുവചനങ്ങളെ പ്രാപിക്കുകയായിരുന്നു, വചനങ്ങളെ കേൾക്കുക. കർത്താവിനോട് പരിവട്ടം പറഞ്ഞു. കർത്താവ് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ മാർത്ത നീ പലതിനെ ചൊല്ലി എന്ത് ചെയ്യുക? വിചാരപ്പെടുകയാ. നീ എന്നെ സ്വീകരിച്ച് ശരിയാ, സ്തോത്രം പറയുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ദൈവത്തിന് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നിന്റെ പുറമോടിയായിട്ടിരിക്കുമ്പോ ഒരുവൾ അകത്തിരിപ്പുണ്ട്. ലഭിക്കപ്പെട്ട സമയത്ത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ തൃപ്പാദമെടുത്തിരുന്നുകൊണ്ട് അവൾ ദൈവത്തിന്റെ വചനത്തെ ഗ്രഹിക്കുകയായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ്, മാർത്തയോട് പറയാം, മനം കലങ്ങിയിട്ടിരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപകരിക്കത്തില്ല. ദേവദാസന്മാരെ ഒരു കാര്യം പറയട്ടെ, പലരും നമ്മളെ മാറ്റി നിർത്താം, പലരും നമ്മളെ മാനുഷികമായ പരിണാമം കൊണ്ട് പുറംപുറമ്പിൽ എറിഞ്ഞു കളഞ്ഞേക്കാം. പക്ഷെ ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവത്തിന്റെ തൃപ്പാദവിടത്തിൽ താണിരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ നാം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നമ്മെ മാറ്റിക്കളയാൻ കഴിയത്തില്ല, ഒരു ശക്തിക്ക് നമ്മെ പുറംപുറമ്പിൽ എറിഞ്ഞു കളയാൻ കഴിയത്തില്ല. കാരണം നാം ദൈവത്തിന്റെ സന്നിധിയിലിരുന്നുകൊണ്ട് അവർ നമ്മളെ മാറ്റിക്കളയുമ്പോൾ, അവർ നമ്മളെ തള്ളിക്കളയുമ്പോൾ നമ്മൾ വ്യക്തിത്വരായി മാറിയിട്ടുകൊണ്ട് ദൈവം പ്രാപിക്കുകയാണ്. നാളുകളിൽ നാം അഭിമുഖീകരിക്കുന്ന അതിജീവിക്കുവാനുള്ള ദൈവശക്തിക്കായി നാം ദൈവസന്നിധി താണിരിക്കുകയാണ്. ഇന്ന് രാത്രിക്കാലവും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിന് ഇത് പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. സമയമില്ലല്ലോ, വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിന്റെ കാതലായ സത്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മറിയ ദൈവത്തിന്റെ തൃപ്പാദവിടത്തിലിരുന്ന് തിരുവചനങ്ങളെ പ്രാപിച്ചതിന്റെ ഒരു വലിയ ദൈവിക വെളിപ്പാട് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 32-ാമത്തെ വേദഭാഗത്തിലേക്ക് വേഗത്തിലൊന്ന് വരാം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഇതേ മറിയ അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. എന്നിട്ട് പറയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, മരിക്കില്ലായിരുന്നു. നിങ്ങളെല്ലാവരും ബൈബിൾ എടുത്തവർക്ക് ഒന്നുകൂടെ വേണേ ഒന്നുകൂടെ വായിച്ചു നോക്കാം. സ്തോത്രം. ഞാന് വലിയ പണ്ഡിതനായിട്ടൊന്നും പറയല്ല. തൃപ്പാദവിടത്തിൽ താണിരുന്ന് ദൈവവചനം പ്രാപിച്ച മറിയ, ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവളിപ്പോൾ വലിയൊരു പ്രശ്നത്തിന് നടുവിൽ അഭിമുഖീകരിച്ചിരിക്കും. കാരണം എന്താ? അവന്റെ സ്വന്തം കൂടപ്പുറപ്പായിരിക്കുന്ന ലാസർ എന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചിരിക്കുന്നു. താങ്ങാൻ കഴിയാത്ത മനോവസരം, ശവരകമന ദുരബലവശിയാര, ആർക്കും ഒരു സമാധാനിപ്പാൻ കഴിയാത്തൊരു പ്രശ്നത്തിന് നടുവിൽ ആരകപ്പെട്ടിരിക്കുന്നു? മറിയ അകപ്പെട്ടിരിക്കുക. കാരണം കർത്താവ് 11-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. 4-ാമത്തെ പൊക്കമാണ് ലാസറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോഴും നമ്മൾ മുമ്പേ പറഞ്ഞ മറിയ അല്ല മാർത്ത, സോറി, അതിന്റെ 21-ാമത്തെ വാക്യം, 11-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം, ആദ്യം യേശു കർത്താവിന് ചെന്ന് അപ്പോഴും എതിരേൽക്കുന്ന ആരാ? മാർത്തയാ. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? കർത്താവേ, യേശു പറയാം, മാർത്ത യേശുവിനോട്, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോഴും മാർത്ത ഓടിച്ചെന്ന് പറയാം, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ല. എല്ലാം നമുക്ക് അറിയാം. അപ്പൊ കർത്താവിന്റെ മറുപടി എന്താ? എന്റെ 22-ാമത്തെ വാക്യം, ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന്. കണ്ടോ? ആര് പറയാ? മാർത്ത തന്നെ പറയാ, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നു എന്റെ സഹോദരൻ മരിക്കത്തില്ല. 2, ഇപ്പോൾ നീ എന്ത് അപേക്ഷിച്ചാലും നിന്റെ ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. കർത്താവിന്റെ മറുപടി, യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, അതൊക്കെ എനിക്കറിയാം, എപ്പോഴാ? ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്തക്ക് ചുരുക്കി പറഞ്ഞ, മാർത്തക്ക് ഇതൊക്കെ അറിയാം.
അതുകൊണ്ടാണ് വാർത്ത കർത്താവിനെ കണ്ടപ്പോൾ സ്വീകരിക്കുന്നു, സ്വോത്രം കൊടുക്കുന്നു, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എന്തില്ല? ഇവിടെ അകത്തലങ്ങളിലേക്ക് വചനം പ്രവേശിച്ചിട്ടില്ല. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. അതിന് വിശ്വസിക്കുന്നവൻ ജീവിക്കും. ജീവിച്ചിരുന്നെങ്കിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും എന്ത് ചെയ്യത്തില്ല, മരിക്കുകയില്ല. പക്ഷെ ഇതെല്ലാം വാർത്ത, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി എന്ന് അവിടെ എഴുതിയത് കണ്ടോ? അവിടെ എഴുതി എന്ന് പറഞ്ഞത് പോയി. പക്ഷേ ദൈവത്തിന്റെ കാൽക്കളിൽ നിന്ന് തിരുവചനങ്ങളെ പ്രാപിച്ച മറിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവളും ഇതേ പ്രശ്നങ്ങളെ അഭിമുഖിച്ചോട്ടെ. കാരണം മാർത്തയുടെ സഹോദരൻ തന്നെയാണ് മറിയയുടെ സഹോദരൻ. അതേ മനോവസനത്തിലൂടെ ഈ പ്രിയ സഹോദരി കടന്നു പോവുക. പക്ഷെ കർത്താവിന്റെ കാൽക്കലേക്ക് വന്നത് വീഴുകയാണ്. ദൈവത്തിന് സ്തോത്രം. കണ്ടോ? വചനമകത്തുള്ളവർക്ക് വരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടോ? ദൈവത്തിന്റെ തൃക്കാൽവരത്തിലിരുന്ന് തിരുവചനങ്ങളെ പ്രാപിച്ചവരുടെ പ്രവൃത്തി കണ്ടോ? ഇവളൊരു വലിയ വിഷയം അഭിനയിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ വന്നിട്ട് തൃപ്പാദത്തിലിരുന്ന് തിരുവചനങ്ങളെ പ്രാപിച്ച് ഇപ്പോൾ അവർക്ക് സഹിക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നത്തിന് നടുവിൽ വന്നപ്പോൾ അവൾ ഏറ്റ് കർത്താവിന്റെ കാൽക്കൽ വീണിട്ട്, എന്റെ ചിന്ത, ആ കാലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു വന്ന്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പ്രത്യേകിച്ച് ദൈവത്തിന്റെ വചനം അകത്തലകളിൽ പ്രവേശിച്ച മറിയ കരയുന്നത് കണ്ടിട്ട് നമ്മുടെ യേശു കർത്താവും കണ്ണുനീർ വാർത്തു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവജനമേ, അവിടെ നിന്നൊരു ദൂത് ഞാൻ കൈമാറുകയാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്തലങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ഉറപ്പുറാപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ, നിങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിന് പ്രതിഫലം നൽകുന്ന ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് രാത്രിക്കാലവും നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. എത്ര വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രിക്കാലവും നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരമായി സർവശക്തനായ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതിന് ഉറപ്പ് നൽകുന്നു. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായിരിക്കുന്ന കർത്താവ് ഇന്ന് രാത്രിക്കാലവും തേജസ് വാരി പുതച്ചവനായി നമ്മുടെ നടുവിൽ എഴുന്നള്ളിട്ടുണ്ട്. എത്ര വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം അകത്തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾ ദൈവത്തിൽ താനിരുന്ന് പ്രാപിച്ച ദൈവവചനത്തിന്റെ ശക്തിയാണ്. 107-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ അതിന്റെ 19-20 വാക്യങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് അവിടെ ഞെരുക്കങ്ങളിൽ അവർ നിലവിളിച്ചു. ദൈവത്തോട് നിലവിളിച്ചപ്പോൾ 20-ാമത്തെ വാക്യം പറയുന്നു, അവൻ തന്റെ വചനം അയച്ച് അവരെ കുഴികളിൽ നിന്നും കരയറ്റി. അതുപോലെ ഇന്ന് രാത്രികാലം നാം തിരുവചനത്തെ പ്രാപിപ്പാൻ വേണ്ടി തൃക്കാലത്തിരുന്നിട്ടുണ്ടെങ്കിൽ ആ തൃക്കാലത്തിരുന്ന് പ്രാപിച്ച അതേ വചനം നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് ജയം നൽകുവാൻ വേണ്ടി ആ വചനം ശക്തിയോടെ വെളിപ്പെടും. ആ വചനം അയച്ച് അവരെ വിടുവിച്ച് ആ കുഴിയിൽ നിന്നും അവരെ കരയിച്ചുവെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ആ ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ട്? ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. തൃപ്പാദപീഠത്തിലിരുന്ന് തിരുവചനങ്ങളെ പ്രാപിച്ച മറിയ ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ കർത്താവിന്റെ കാൽക്കൽ കെട്ടി വീണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. താഴോട്ട് പഠിക്കുമ്പോൾ കർത്താവ് ചില ആജ്ഞകൾ പുറപ്പെടുവിച്ചു. ലാസറേ, പുറത്തു വാ. അപ്പോഴും ദൈവത്തിന് സ്തോത്രം. മറിയ അങ്ങോട്ട് ചാടി വീണു. മാർത്ത അവിടെയും ചാടി വീണ് പറഞ്ഞു, കർത്താവേ, കല്ല് നീക്കുമെന്ന് പറയുക. അപ്പോഴും നമ്മൾ സസൂക്ഷ്മം പഠിച്ചാൽ കാണുവാൻ കഴിയുന്നത്, മാർത്ത അവിടെ പറഞ്ഞ, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി. കണ്ടോ? ഇങ്ങനോട് വരുന്നുണ്ടോ? സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കുവാനൊക്കെ മുൻപന്തി നിൽക്കുന്നതാ കർത്താവിന്റെ പ്രവൃത്തി. വചനമകത്തില്ലാത്തവള് പറയുക. എന്താ കർത്താവ് പറഞ്ഞു? കല്ല് നീക്കുവരെന്ന് കർത്താവ് പറഞ്ഞു. എന്റെ 39-ാമത്തെ വാക്യ, സമയമില്ലാത്തതുകൊണ്ട് വായിച്ചു നോക്കിയാൽ മതി. കല്ല് നീക്കുവരെന്ന് യേശു പറഞ്ഞു.
മരിച്ചവന്റെ സഹോദരിയെ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി കണ്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പിന്നെ താഴോട്ട് പഠിക്കുമ്പോൾ ആ സമയത്തും സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് മറിയ. കാരണം അതിന്റെ തെളിവ് 45-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ സമയമില്ലാത്ത മുൻപോട്ട് പോയിട്ട് മരിച്ച നാറ്റം വെച്ച ലാസറിനെ ദൈവവചനത്തിന്റെ ശക്തി കൊണ്ട് കർത്താവ് പുറത്തു കൊണ്ടുപോകും. അവൻ ഉയർത്തെഴുന്നേറ്റു. നാറ്റം വെച്ചതായിട്ട് വചനത്തിന്റെ ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ആ സമയം വരെയും സൈലന്റ് ആയിട്ട് മിണ്ടാതെ വചന അകത്തലങ്ങളിലുള്ള ദൈവദാസന്മാരെ, ദൈവഭക്തന്മാരെ വചന അകത്തലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ വലിയൊരു സൗമ്യതയുടെ ഉടമസ്ഥരായി മാറും. നമുക്കൊരു പ്രതികരിയും ഉണ്ടാകത്തില്ല. നമ്മുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാചിനെ തകർക്കുവാനുള്ള പദ്ധതിക്കായി ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്തലങ്ങളിൽ വ്യാപരിക്കും. തെളിവ്, മോശയുടെ പ്രാരംഭകാല ശുശ്രൂഷണം പഠിക്കുമ്പോൾ ഒറ്റയടിക്ക് തന്റെ സഹോദരനെ നിഷ്ഠൂരമായി കൊന്നുകളയുന്നത് തന്റെ കൺമുൻപിൽ കണ്ടപ്പോൾ ആ ദേഷ്യത്തിന്റെ കോപപരവശനായിരിക്കുന്ന മോശ ആ വ്യക്തിയിൽ ഒറ്റയടിക്ക് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ട് അവിടെ വിട്ട് പുറപ്പെട്ടു പോയ മോശനെ പിന്നെ മുൾപ്പടർപ്പിൽ തേജോമയനായിരിക്കുന്ന ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവൻ മടങ്ങി വരുമ്പോൾ നാം വായിക്കുന്നത്, മോശയെ പോലെ സൗമ്യനായിട്ട് മറ്റൊരുവരുണ്ടായിരുന്നില്ലെന്ന്. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. നന്മയാൽ തിന്മ കൊണ്ടൊന്ന് ജയിക്കും. ഹല്ലേലൂയ. തിന്മയെ നന്മ കൊണ്ട് ജയിപ്പാൻ ഇടയായി തീരട്ടെ. കാരണം റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ അവർക്ക് പ്രതികാരം കൊടുക്കും. ഹല്ലേലൂയ. ദൈവം നമുക്ക് പ്രതിയോഗി, നമുക്ക് അനുകൂലമായി എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ദൈവവചനം നമുക്ക് അനുകൂലമായി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ശക്തിക്ക് നമ്മെ തടുക്കുവാൻ കഴിയത്തില്ല. വചനം പറയുന്നു, ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്റെ ശത്രുക്കൾ ചിതറും. ഇന്ന് രാത്രികാലം വചനം നമ്മൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ദൈവത്തിന്റെ സ്തോത്രം. ഒടുവിലായിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കർത്താവ് 5 മിനിറ്റ് കൂടെ ഉള്ളൂ. കർത്താവ് ഇവിടെ കണ്ണുനീർ വാർത്തു. എന്തിനു വേണ്ടിയാ കണ്ണുനീർ വാർത്തെന്ന് അറിയാമോ? 12-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. നമ്മൾ നോക്കും കർത്താവ് കരഞ്ഞു, ശരിയാ. പക്ഷേ കർത്താവ് കരഞ്ഞതിന്റെ വളരെ വ്യക്തമായിരിക്കും തെളിവ് അവിടെ 12-ാം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അവിടെ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവൻ ഒരുവനായിരുന്നു. മരിച്ച നാറ്റം വെച്ച ലാസർ വരും ദിവസങ്ങളിൽ പന്തിയിലിരിക്കുന്ന ആ ഒരു വലിയ ദൈവ ദീർഘദർശനത്താൽ നമ്മുടെ സർവശക്തനായ കർത്താവ് കണ്ടുകൊണ്ട് കണ്ണുനീർ വാർക്കുവാൻ തുടങ്ങി. കാരണം എന്താ? തന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനത്തിന്റെ ശക്തി ഇനി ഉയർക്കത്തില്ല, ഇനി അവൻ എഴുന്നേൽക്കത്തില്ല, ഇവിടെ കൊണ്ട് അവസാനിക്കത്തേ ഉള്ളെന്ന് വിധി എഴുതിയവനെ പുറത്തുകൊണ്ടുവന്ന ദൈവശക്തിയുടെ വെളിപ്പാട് ദീർഘദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് കർത്താവ് കരയാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം നമ്മുടെ ഭാവി അറിയുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവദാസന്മാരെ, നമ്മൾ പരാജയപ്പെടേണ്ട, ക്ഷീണിച്ചു പോകേണ്ട, തളർന്നു പോകേണ്ട, ഉറപ്പ് പ്രാപിക്കും. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒടുവിലായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 12-ാം അധ്യായത്തിന്റെ ദൈവത്തിന് സ്തോത്രം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസ തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി. സ്തോത്രം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒന്ന്, പ്രാരംഭ കാലഘട്ടത്തിൽ മറിയ കർത്താവിന്റെ കാലത്തിലിരുന്ന് തിരുവചനങ്ങളെ പ്രാപിച്ചു. വചനമകത്തലങ്ങളിലേക്ക് പ്രവേശിച്ചവൾ ഒരു വലിയ വിഷയം വന്നപ്പോൾ യേശു കർത്താവിന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് മരിച്ച് നാറ്റം വെച്ച ലാസർ കർത്താവിനോടുകൂടെ പന്തിയിലിരിക്കുന്നത് കണ്ടപ്പോ ഇവിടെ മറിയ കർത്താവിന് വിലയേറിയ ഒരു സ്വച്ഛ ജഡമാംസ തൈലം എന്ത് ചെയ്തു? ഒരു റാത്തലെടുത്ത് കർത്താവിന്റെ കാലിൽ പൂശി. ഇന്ന് എല്ലാവർക്കും വിടുതൽ ആവശ്യമാണ്. വിടുതൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്താവിനെ മറന്നു പോവുകയാണ്. കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങളും മറന്നു പോകും. പക്ഷേ ഇവിടെ ദൈവത്തിന് സ്തോത്രം, ഈ മാർത്ത ആ തൈലത്തിന്റെ ആ വാസന ഇരുന്ന സ്ഥലം മൊത്തം എന്ത് ചെയ്തു? അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ കൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും കൺകുളൊക്കെ കണ്ട ഒരുവൻ, കർത്താവിന്റെ പണസഞ്ചി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്കറിയോത്ത് യൂദാ പറയുന്നുണ്ട്, എന്തിനാണ് ഈ വെറുതെ ഈ പ്രവൃത്തി ചെയ്യുന്നത്? ഇത് വിറ്റ് അനേകർക്ക് എന്ത് ചെയ്യത്തില്ലേ? കൊടുത്തുകൂടെ? പക്ഷേ
കർത്താവിന്റെ തൃപ്പാദപീഠത്തിലിരുന്ന് തിരുവചനങ്ങളെ പ്രാപിച്ച് ഒരു വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിടുതല പ്രാപിച്ച ഈ മറിയയ്ക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ അവൾക്ക് ലഭിച്ച ഏറ്റവും വിലപ്പെട്ടതെന്നാണോ അത് കർത്താവിന്റെ കൃപാക്കൽ, ആ കർത്താവിന്റെ തൃക്കാൽക്കൽ കൊണ്ടുവന്ന് കർത്താവിന്റെ കാലിൽ പൂശുവാനിടയായി തീർന്നു. തന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ഇന്ന് രാത്രികാലം സർവശക്തനായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന നാം കർത്താവിന്റെ തൃക്കൈയിലിരിക്കുന്നു. തൃക്കൈയിലിരിക്കുന്ന നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. തൃപ്പാദപീഠത്തിലിരുന്ന് തിരുവചനങ്ങളെ പ്രാപിക്കുക. അങ്ങനെ വചനമകത്തലങ്ങളിൽ പ്രവേശിച്ചാൽ ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ നമുക്ക് ദൈവം കൃപ നൽകും. അങ്ങനെ കൃപ ലഭിച്ചവർ നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതത്തിൽ എന്താണോ ഏറ്റവും വിലപ്പെട്ടത് അത് കർത്താവിന് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുക. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും എന്ന് പറഞ്ഞാൽ അത് പിന്നാലെ വന്നുകൊള്ളും. നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത് അതെല്ലാം പിന്നാലെ. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഞാൻ എന്റെ വാക്കോട് വിരാമം കുറിക്കുമ്പോൾ മാർത്തയെ പോലെ ഭക്തിയുടെ വേഷം കെട്ടി നടക്കുന്ന വചനമകത്തരങ്ങളില്ലാത്ത കപടധാരികളായിട്ട് തീരുമാനം മറിച്ച് മറിയെ പോലെ ദൈവത്തിന്റെ തൃപ്പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് തിരുവചനങ്ങളെ ഭാവിച്ച് ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ വരുമ്പോൾ ആ വചനത്തിന്റെ ആധികാരികമായ ശക്തിയെ ഗ്രഹിച്ചുകൊണ്ട് ശിഷ്ടകാലം ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായി എന്താണോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അത് ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അങ്ങനെ ദൈവം സഹായിച്ചമായി നാം അങ്ങനെ ഒരുങ്ങിയാൽ ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാനിടയായി തീരും. നമ്മുടെ മിനിസ്ട്രിയിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ എല്ലാവിധമാകുന്ന പ്രവർത്തനങ്ങളിലും ആ വചനത്തിന്റെ ശക്തി വെളിപ്പെടും. കാരണം വചനം അതിന്റെ പ്രവൃത്തി തിരിക്കാതെ മടങ്ങി വരത്തില്ല. രാത്രികാലം കണ്ടടയ്ക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നൽകപ്പെട്ട നല്ല ആലോചനകൾക്കായി സ്തോത്രം. ഞങ്ങൾ കർത്താവെ മറിയെ പോലെ ദൈവത്തിന്റെ തൃപ്പാദപീഠത്തിൽ താണിരിക്കുന്നു, തിരുവചനങ്ങളെ പ്രാപിക്കുന്നു. ദൈവത്തിന്റെ വചനം ഉറപ്പ് നൽകും. അവന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് പരമാർത്ഥ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നത് ദൈവജന ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ ആത്മീയരെന്ന് അഭിമാനം ഞങ്ങൾ നാളിൽ അനാത്മീയരായി മാറിക്കൊണ്ടിരിക്കുന്ന വേളയിൽ സ്വർഗീയ പിതാവേ, ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. വചനത്തിന്റെ വെളിപ്പാട് ഞങ്ങളെ നിർത്തണമേ, വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിന പ്രായോഗികളിലേക്ക് എത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. അതുകൂടാതെ കർത്താവേ, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി ദൈവത്തിന്റെ കാൽക്കലിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. കർത്താവ് വചനം കേട്ട ദൈവദാസന്മാരെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തനായ സ്തോത്രം. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ അവസരം ഒരുക്കിയ ദൈവദാസന്മാർ നന്ദി പറഞ്ഞൊരു വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. ഈ രാത്രി കർത്താവിന്റെ ദാസനിലൂടെ ശക്തമായ ദൂത് കർത്താവ് നമ്മെ കേൾപ്പിച്ചല്ലോ. ഇന്ന് രാത്രി ഐശ്വര്യമായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വിളിച്ച് സുസൂക്ഷ കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേകമുള്ള നന്ദിയെ ഇത്തരത്തിൽ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ശക്തമായ ഒരു സന്ദേശം രാത്രി കർത്താവ് നമ്മെ കേൾപ്പിച്ചല്ലോ. അതെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നാം കർത്താവിന്റെ തൃക്കൈയിൽ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന നമ്മൾ കർത്താവിന്റെ തൃക്കാൽക്കലിരുന്ന് തിരുവെഴുത്തുകളെ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് ദിവസങ്ങളിൽ കൃപ നൽകുമാറാകട്ടെ. പ്രതിസന്ധിയിൽ നാം തകർന്നു പോകാതിരിക്കുവാൻ, പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിൽ നാം ഒരിക്കലും തകരാതിരിക്കണമെങ്കിൽ തിരുവെഴുത്തുകൾ നാം കർത്താവിൽ നിന്ന് പ്രാപിക്കണം. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ ഉറപ്പോടും ധൈര്യത്തോടെ നിൽക്കുവാൻ ആ യോശുവ പറഞ്ഞതുപോലെ ന്യായപ്രമാണത്തിലുള്ളതൊന്നും നിന്ന് നീങ്ങിപ്പോകാതെ നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ആ കർത്താവ് നമ്മെ ഓരോ നിമിഷവും ധൈര്യപ്പെടുത്തി നടത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി നടന്ന ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കിയല്ലോ. പരിശുദ്ധ രാത്രി വ്യക്തമായി ഇടപെട്ടല്ലോ. കർത്താവിന് രാത്രി കേൾപ്പിച്ച ദൂതുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് മിനിസ്ട്രിക്ക് വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാനായി നമുക്ക് ഒരുമിച്ച് രാത്രി പ്രാർത്ഥിക്കാം. ഈ സൺഡേ വർഷിപ്പിൽ കൂടിയ എല്ലാ കർത്താവിന്റെ ദാസിമാരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ഹോളി ഫെയ്ത്ത്
പ്രയർ ഗ്രൂപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം കർത്താവ് നടത്തിയല്ലോ, സഹായിച്ചല്ലോ. ഇതിനുവേണ്ടി ശക്തമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ഐസക് ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസൻ ദൈവം പിന്നെ ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ജോസഫ് ചാക്കോ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്ന് രാത്രിയിലെ ആത്മീയ കൂട്ടായ്മ അവസാനിപ്പിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ആരാധനയോടുള്ള ബന്ധത്തിൽ വന്ന സമയം മുതൽ ഞങ്ങളുടെ മധ്യേ അങ്ങയുടെ സാന്നിധ്യം പകർന്ന് ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിച്ച് നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. വിശിഷ്യ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ശുശ്രൂഷയെ നിയന്ത്രിപ്പാൻ തക്കവണ്ണം പ്രിയ കർത്തൃദാസൻ ജോൺസൺ പാസ്റ്ററെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. എല്ലാ നിലകളിലും നിന്റെ ദാസനെ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. 121 സങ്കീർത്തനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിച്ച നല്ല വചനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ തട്ടി ഉണർത്തിയല്ലോ കർത്താവേ. ജോഷി പാസ്റ്ററെ പ്രത്യേകിച്ച് ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്റെ ദാസനെ ഒരുക്കി അനുഗ്രഹീതമായ ഗാനങ്ങൾ ആത്മാവിൽ പാടി സന്തോഷിപ്പാൻ ഞങ്ങൾക്കിടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിപ്പാൻ അവിടുന്ന് കൃപ നൽകി. ഏറ്റവും ഒടുവിലായി അങ്ങയുടെ ദാസനിലൂടെ വിലയേറിയ വചനങ്ങളെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, അങ്ങയുടെ തൃക്കൈയിൽ ഞങ്ങളെ പരിപാലിക്കുന്ന ഒരു കർത്താവ്, അപ്പോൾ തന്നെ ഞങ്ങളുടെ പാദപീഠത്തിൽ ഇരുന്ന് തിരുവചനങ്ങളെ പ്രാപിക്കത്തക്ക നിലയിൽ മറിയ ആ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ അങ്ങയുടെ പാദപീഠം ഞങ്ങളുടെ അഭയസ്ഥാനമായിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതവളിൽ നിന്ന് ആരും അപഹരിക്കയില്ലെന്ന് കർത്താവ് സംസാരിച്ച വാക്കുകൾ മാത്രമല്ല, പ്രതിസന്ധിയുടെ നടുവിൽ ജീവിതത്തിലെ ആ വചനം അവളെ ധൈര്യപ്പെടുത്തിയതിനെ കുറിച്ചും മാത്രമല്ല, വചനത്തിന്റെ ശക്തി ആ കുടുംബത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവൾക്ക് നൽകിയ നന്മ ദൈവസന്നിധിയിൽ അർപ്പിച്ചതിനെ കുറിച്ചുമൊക്കെ പരമാർത്ഥ മനസ്സിനെ തട്ടി ഉണർത്തി ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ച നല്ല ദൂതുകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ വചനം ഞങ്ങളുടെ അകത്ത് കയറട്ടെ കർത്താവേ. വചനത്താലുള്ള വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പ്രതിസന്ധികളുടെ നടുവിൽ കുലുങ്ങിപ്പോകാതെ ക്ഷീണിച്ചു പോകാതെ ശക്തരായി നിലകൊള്ളുവാൻ മാത്രമല്ല, ദൈവത്തിന് വേണ്ടി അർപ്പിക്കേണ്ടത് ഈ ദിവസങ്ങളിൽ അർപ്പിക്കുവാൻ എല്ലാം ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് ഞങ്ങളെ ഒരുക്കിയാട്ടെ. പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെട്ടല്ലോ, ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. തന്റെ ശുശ്രൂഷകളെ മാനിക്കണമേ. കർത്താവിന്റെ കരങ്ങൾ ഇണങ്ങി ആയുധമാക്കി കർത്താവ് അവിടുന്ന് ഉപയോഗിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ ആശീർവദിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ചീഫ് അഡ്മിൻ ആയിരിക്കുന്ന കർത്തൃദാസൻ ഐസക് സാറിനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. അവിടുന്ന് സഹായിച്ചാട്ടെ. കർത്തൃദാസന്മാർ, ദാസിമാർ, ഇതിന്റെ അഡ്മിൻ പാലനെ എല്ലാം, അതുപോലെ തന്നെ ഇതിന്റെ അംഗങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ഷൂമിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലകളിലും ബലപ്പെടുത്തി ശക്തിയോടെ ദൈവകൃപയോടെ ഞങ്ങളെ അയക്കുകയും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനെ, ഹോളി ഫെയ്ത്ത് പ്രയർ ഗ്രൂപ്പിനെ തുടർന്നും ശക്തീകരിച്ച് അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എല്ലാ ശുശ്രൂഷകളും തുടർന്നും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ രാത്രി ഞങ്ങളെ അനുഗ്രഹ നിറവോടെ തിരുവചനത്താൽ നിറച്ച് ആത്മാവിനെ ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇപ്പോൾ പിരിയട്ടെ. പിരിയാത്ത സ്നേഹത്തിലും സാന്നിധ്യത്തിലും എല്ലാ കുടുംബങ്ങളെയും മറച്ചാട്ടെ. പുത്രനെ മഹത്വപ്പെടുത്തിയാട്ടെ. സമസ്ത വിഷയങ്ങൾക്കും വിടുതൽ നൽകിയാട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടല്ലോ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താണ്. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. പിതൃപുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം, കൃപ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും, പ്രത്യേകിച്ച് സൂമിലായിരിക്കുന്ന എല്ലാ കർത്തൃദാസിദാസന്മാരോടും വിശിഷ്യ ഹോളി ഫെയ്ത്ത് പ്രയർ ഗ്രൂപ്പിനോടും ഇതിന്റെ ചീഫ് അഡ്മിൻ, മറ്റ് അഡ്മിന്മാര്, കർത്തൃദാസിദാസന്മാര്, ഇന്ന് രാത്രി ശുശ്രൂഷയിലായിരുന്ന ദൈവനെ സൂക്ഷിച്ച എല്ലാ കർത്തൃദാസിദാസന്മാർ, തുറന്നു നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളും ഇന്ന് വന്നേക്കും കർത്താവിന്റെ മടങ്ങി വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ രാത്രി ജയ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. കർത്താവേ വരണമേ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.